കർത്താവേ സ്തോത്രം. ഒരു വചനം വായിക്കാം. ഇന്ന് എടുക്കുന്നത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം ഞായറാഴ്ചകളിൽ തന്നെ ചർച്ചിലെടുക്കാം. ബാക്കി നമ്മൾ മുമ്പ് എടുത്തുകൊണ്ട് 7 സഭാകാലങ്ങൾ എന്നതിന്റെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന മെസ്സേജ് നമുക്കിപ്പോൾ എടുക്കാം. അതിലേക്കായി വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 1, 2, 3 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 1, 2, 3 ഭാഗം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ സ്തോത്രം. കർത്താവെ, വേദഭാഗം വായിച്ചിരിക്കുന്നു. തുടർന്ന് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ആത്മാവായി ദൈവം പണ്ട് ആത്മാവായി നിന്നപ്പോൾ ദൈവം തന്നെ അവകാശപ്പെട്ടു, ഞാൻ മാത്രം രക്ഷിതാവ്, ഞാൻ അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല. ഞാൻ തന്നെയാണ് വീണ്ടെടുപ്പുകാരനും വിടുതൽകാരനും രക്ഷിതാവും വെളിച്ചവും പാറയും എന്നൊക്കെയും ആത്മാവായി നിന്നപ്പോൾ യഹോവയായ ദൈവം എന്നറിയപ്പെട്ടപ്പോൾ അങ്ങ് അവകാശപ്പെട്ട അതേ കാര്യങ്ങൾ തന്നെ അങ്ങ് തന്നെ ശരീരധാരിയായി ഭൂമിയിൽ വന്നപ്പോഴും അതേ വചനങ്ങൾ പറഞ്ഞു. ഞാനാകുന്നു പാറ, ഞാനാകുന്നു ഇടയൻ, ഞാനാകുന്നു നല്ലിടയൻ, ഞാനാകുന്നു വീണ്ടെടുപ്പുകാരൻ, ഞാനാകുന്നു സൈന്യങ്ങളുടെ യഹോവ. അത് മറ്റുള്ളവർക്ക് വെളിപ്പെട്ടതാണ്. നീ ഇസ്രായേലിന്റെ രാജാവോ? ഞാനല്ല, എന്റെ പിതാവ് എന്നല്ല യേശു പറഞ്ഞത്. അതെ, ഞാനാകുന്നു. ബദ്ധന്മാരെ വിടുവിക്കുന്നവൻ അത് യഹോവ എന്ന് സങ്കീർത്തനം 68 പറയുന്നു. യേശുക്രിസ്തു മരിച്ച ശരീരം കല്ലറയിൽ ഇരുന്നപ്പോൾ അകത്തെ ആത്മാവ് എന്ന യേശുക്രിസ്തു എഫെസ്യർ 4:8 പറയുന്നു, ബദ്ധന്മാരെ വിടുവിച്ച് മുകളിലേക്ക് കയറി അവർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു എന്ന്. കരുണയുള്ള കർത്താവേ, അതിനും ഇങ്ങനെ ഒന്നൊന്നിനോട് ശരിയായി പോകുമ്പോൾ ലോകം ഇതിനെ 2-1, 3 പഠിപ്പിച്ചിരിക്കുന്നു. അവരുടെ ഇടയിൽ നിന്ന് കർത്താവെ നമ്മെ വിളിച്ച് വേർതിരിച്ച മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, തിരുവചനത്തിന്റെ സത്യങ്ങളെ ഇന്നും ഗ്രഹിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൂരദേശത്തായിരിക്കുന്നു കർത്താവെ, അവരാരെ ബോധ്യപ്പെടുത്താനാണ് വന്നതെന്ന് അറിയുന്നില്ല, എന്തിനാണ് ഈ കൂട്ടായ്മയ്ക്ക് വന്നതെന്ന് അറിയുന്നില്ല. പലരും വന്നിട്ടില്ല, വെറും 2 പേരാണ് ഇപ്പോൾ ലൈനിലുള്ളത്. കർത്താവെ, ഫോണിലാണ് വിളിക്കാൻ പറഞ്ഞതെങ്കിൽ അവർ ധാരാളം വിളിക്കുമായിരുന്നു. അപ്പോഴും എന്തായിരുന്നു അവരുടെ ദാഹം? എന്തിലേക്ക് വേണ്ടി അവർ വിളിച്ചു? ഈ സമയത്ത് തന്നെ പല ജോലിയിലുമായിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായവർക്ക് വേണ്ടിയിട്ടാണ് കൂട്ടായ്മ. ആ തല പറഞ്ഞത് ആ ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ് അനുസരിക്കുന്നത്, അല്ലാതുള്ളവർ ശരീരത്തിന്റെ ഭാഗമൊന്നുമല്ല. സഭയിൽ വേണം. എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയുന്നില്ല കർത്താവെ. എന്നാൽ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ നമ്മളോട് എത്തിച്ചേർന്നിരിക്കുന്നു. കരുണയുള്ള കർത്താവെ, ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത് കർത്താവ് യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. യേശുക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് നഥനിയലിന്റെ കാര്യങ്ങൾ എടുത്തു. നഥനിയൽ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് പറഞ്ഞു. ലോകം പറയുന്നത് ഇസ്രായേലിന്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ, ദൈവമാണ് ഇസ്രായേലിന്റെ രാജാവ് എന്ന്. എന്നാൽ യേശുവിനെ ക്രൂശിക്കുന്ന സമയത്തും ചോദിച്ചു, നീ ഇസ്രായേലിന്റെ രാജാവോ? അതെ, ഞാൻ ആകുന്നു എന്ന. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കണ്ടു. യോഹന്നാൻ ജഡശരീരത്തിലായിരുന്നപ്പോൾ യേശുക്രിസ്തു ഇവിടെ നിന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് അവന് മനസ്സിലായി. എന്താ? യേശുക്രിസ്തു ഇവിടെ നിൽക്കുന്നു, പിതാവായ ദൈവം മുകളിൽ നിൽക്കുന്നു. 2 എന്നതായിരിക്കാം ലോകത്തിന് മനസ്സിലായതുപോലെ. എന്നാൽ കർത്തൃ ദിവസത്തിൽ, 8-ാം ദിവസം ആത്മവിവേചനത്തിലായപ്പോൾ അവന് മനസ്സിലായി, സ്വർഗത്തിൽ സിംഹാസനം ഒന്നും സിംഹാസനത്തിൽ ഒരുവനെന്നും. ഇതുപോലെ ആത്മീക വിവശതയിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ അല്ലാതെ ഒരു വ്യക്തിക്കും ഇത് മനസ്സിലാവുന്നതല്ല. കരുണയുള്ള കർത്താവെ, ഇന്ന് ഞങ്ങൾ തുടർന്നെടുക്കുന്നു. അങ്ങ് നമുക്ക് ആ വചനത്തിന്റെ ആഴങ്ങളെ, മർമ്മങ്ങളെ അവിടുന്ന് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം.
യേശു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത് അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കത് നോക്കി, ഞാൻ എന്നത് യേശു, പിതാവ് എന്നത് കർത്താവ്, പരിശുദ്ധാത്മാവ് എന്നത് ക്രിസ്തു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഒരുവൻ തന്നെയാണ്. എന്തിനങ്ങനെ സംസാരിച്ചു എന്ന് വെച്ചാൽ അത് കാര്യം 3 ടൈപ്പ് ജനമുണ്ട്. 3 ടൈപ്പ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് നോക്കാം. യേശു പറയാണ്, എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. നോക്കൂ, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇപ്പോ ഇതുവരെയും വായിച്ചു, ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. എന്റെ വചനം പ്രമാണിക്കുന്നവനെ. അപ്പൊ നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതാണ്, നീ ഏതിൽ നിന്നു വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യാനാണ് കർത്താവ് പറഞ്ഞത്. വിശ്വാസത്തിലേക്ക് പോകാനല്ല, പ്രവൃത്തി ചെയ്യുക. ഇവിടെ യേശു എന്താ പറഞ്ഞത്? എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ, അതായത് ചെയ്യുന്നവൻ, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് അവിടെ പറയുന്നു. ഇവിടെ ദൈവവചനത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം അങ്ങനെ തന്നെ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുകയും ഞാനും അവനെ സ്നേഹിച്ചിട്ട് ലോകം 2 പറയുന്ന യേശു ക്രിസ്തു താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കും. ആമേൻ. ആർക്കാണ്? കർത്താവിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവർ. അപ്പൊ ഭൂമിയിലുള്ള എല്ലാവരും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് തന്നെ പറഞ്ഞ് സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കില്ല. ദൈവം വെളിപ്പെടുത്തി കൊടുത്താൽ ഈ വചനം തെറ്റുന്നു വരും. അപ്പൊ എന്റെ വചനം പ്രമാണിക്കുന്നവനെ. അപ്പം യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടാൻ പറഞ്ഞു. ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തലന്മാരെ സ്നാനപ്പെടുത്തിയിരിക്കുന്നു ഒരു നാമത്തിൽ. അപ്പൊ എന്തിനാണ് അത് അങ്ങനെ എഴുതിയത് എന്ന് ചോദ്യം ഉണ്ടായി. ഇന്ന് ക്ലബ് ഹൗസിൽ ഇതിനെക്കുറിച്ച് സംസാരം ഉണ്ടായി. ഏകദേശം 5 മണിക്കൂർ, രാവിലെ മുതൽ 2 മണിയോളം സംസാരിച്ചത്. അവിടെ അവർ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അതെ, യേശു വ്യക്തമായി പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് സകല സത്യത്തിലും വഴി നടത്തുന്നത്, അതുവരെ കാത്തിരിക്കണം. അപ്പൊ അവരനുസരിച്ചു, അപ്പോസ്തലന്മാരനുസരിച്ചു, കാത്തിരുന്നു, മാളിക മുറിയിൽ കൂടിയിരുന്നു, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. ഓക്കെ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, നിങ്ങൾ ക്രൂശിച്ച യേശു ഇപ്പോൾ കർത്താവും ക്രിസ്തുവുമായിരിക്കുന്നു. ആമേൻ. അതുപോലെ പുതിയ നിയമസഭയിൽ അവർ വിശ്വാസത്താൽ പ്രമാണിച്ചനുസരിച്ച്, നമുക്ക് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കാൻ വേണ്ടി സ്നാനം തന്നിരിക്കുന്നു. പാപമോചനത്തിന്റെ സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പൊ ഇന്നും ആ വിശ്വാസ സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്നവർക്ക് മാത്രമാണ് യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കും. അപ്പൊ പിതാവ് സ്നേഹിച്ചവനെ പുത്രൻ താൻ ആരാന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നോക്കൂ, ഞാനും അവനെ സ്നേഹിച്ച അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ ഇത് 3 വ്യക്തികളാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇതിലേതെങ്കിലും, ഇപ്പൊ 3 വ്യക്തി എന്ന് പറയുന്നതിൽ 2-ാമത്തെ വ്യക്തി എന്ന യേശു ക്രിസ്തു താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് വരിക്കും? യേശു ക്രിസ്തു, യോഹന്നാൻ പറയുന്നത് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ അറിയേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു എന്നല്ല ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്നല്ല, അങ്ങനെയല്ല. ഈ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞു വന്ന ഞാൻ ആരാണ്, എന്താണ്, എന്തിനാണ് വന്നത്, ഈ വക കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയും ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കും എന്ന് പറഞ്ഞപ്പോൾ ആ വരുന്നവൻ ആരാണ് എന്ന കാര്യം ഡീറ്റെയിൽസ് ആയിട്ട് വെളിപ്പെടുത്തി കൊടുക്കും. ഇത് വെളിപ്പെടുത്തി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. കൽപ്പന എന്താ? കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിക്കും. അപ്പൊ മത്തായിയിൽ യേശു പറഞ്ഞത് മതി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവരാ എന്തില്ല? പരിശുദ്ധാത്മാവില്ല. അവർ പുറകിലേക്ക് സഞ്ചരിക്കുന്നവരാ. യേശു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് യഹോവയുടെ ഇഷ്ടം, ആവർത്തന പുസ്തകം 18:18 എന്താ പറഞ്ഞത്? മശിഹ വരുമ്പോൾ അവനെ കേൾക്കണം. മോശയോട് പറഞ്ഞത് നിന്നെ പോലൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും, അവനെ കേൾക്കണം. ആ കാലത്തെ ജനം മശിഹ വന്നപ്പോൾ എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് മോശ പറഞ്ഞത് മതിയെന്ന്. അപ്പൊ മോശ പറഞ്ഞത് കേൾക്കാത്ത ഒരു കൂട്ടം ജനമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? യേശു ക്രിസ്തു ആരാണെന്ന് യേശു അവരെ വെളിപ്പെടുത്തിയില്ല. എന്തുകൊണ്ട്? യേശു ക്രിസ്തു വരുമ്പോൾ ഉള്ള വാക്യങ്ങൾ, അവർ വചനങ്ങൾ വിശ്വസിച്ചില്ല, അത് പ്രമാണിച്ചനുസരിച്ചില്ല. അതിനാൽ യേശുവിന് അവരെ വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല ദൈവലോകം മുകളിലാണെന്നും നീ ഇവിടെ പുത്രനാണെന്നും പരിശുദ്ധാത്മാവ് വേറെയാണെന്നും.
ഇന്നും അതുപോലെ പുതിയ നിയമസഭയിൽ ഒരു വ്യക്തി ദൈവസഭയിലേക്കോ ക്രിസ്തുവിലേക്കോ സ്വർഗീയ പ്രവേശനോ പ്രവേശിക്കണമെങ്കിൽ ഒന്നാമത്തെ ഘട്ടം പശ്ചാത്താപം. അപ്പോസ്തലപ്രവൃത്തി 8:12. പശ്ചാത്താപം, മാനസാന്തരം, ഇത് രണ്ടും യേശുക്രിസ്തു നാമത്തിൽ തന്നെ വേണം. മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം കേട്ട് പശ്ചാത്താപവും മാനസാന്തരവും പാപമോചനവും ഒരു നാമത്തിൽ, കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ അവൻ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചു. യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടവർ മാത്രം. ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാറി നിന്നാലും, ഇപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കാണ്ട് എന്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ള ആൾക്കാര് ഏകദേശം 134 പേരുണ്ട്. ഈ ഇടുന്ന മെസ്സേജ് എല്ലാവരും കേൾക്കുന്നുണ്ട്, പലരും കേൾക്കുന്നുണ്ട്. എന്നിട്ടും യേശുക്രിസ്തു നാമത്തിലാണോ സ്നാനപ്പെട്ടതെന്ന് എനിക്കറിയില്ല, അവരാരും വിളിക്കാറുമില്ല. അപ്പോൾ വന്ന് ഇത് കേട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേട്ടാൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതിന്റെ വചനം പ്രമാണിക്കണം. പ്രമാണിച്ചനുസരിക്കുമ്പോഴാണ് ദൈവം ബാക്കി കാര്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ ഉള്ളവർക്ക് മൂന്നായി തോന്നേണ്ട കാര്യം എന്താണ്? താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഞാൻ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ്. അപ്പൊ ഈ തൃത്വം പറയുന്ന കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ ഉള്ളവർ എന്തുകൊണ്ട് പറയുന്നു? ഈ വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിന്റെ വചനം പ്രമാണിച്ചു എങ്കിൽ ആര് സ്നേഹിക്കും? പിതാവ് സ്നേഹിക്കും. പിതാവ് സ്നേഹിച്ചാൽ ദൈവപുത്രൻ വെളിപ്പെടുത്തി കൊടുക്കും. ഇത് 3 പേരല്ല, ഓരോ ശുശ്രൂഷയാണ്. അപ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവർക്ക് മനസ്സിലാകാത്ത കാര്യം വചനം വിശ്വസിക്കുകയോ പ്രമാണിക്കുക അനുസരിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവം അവരെ സ്നേഹിച്ചിട്ടുമില്ല. യേശുക്രിസ്തു തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുമില്ല. അതുകൊണ്ടാണ് മത്തായി 7:21 പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന യവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം. പിതാവിന്റെ ഇഷ്ടം. പിതാവ് സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പന പ്രമാണിച്ചനുസരിക്കണം. കൽപ്പന പ്രമാണിച്ചനുസരിക്കുന്നവനെ പിതാവ് സ്നേഹിക്കും. അപ്പൊ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യം പ്രാപിക്കുന്നത്. ഞാൻ നിന്നെ ഇടർച്ച ഉണ്ടാക്കുന്നവരെ ഒരിടത്ത്, മറ്റൊരിടത്ത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ യേശുവിന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അവൻ കൽപ്പന പ്രമാണിച്ചനുസരിച്ചിരിക്കണം. ഓക്കെ, എന്നിട്ട് നോക്കൂ, ശ്രദ്ധിക്കുക. ഞാൻ അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ഈ സദൂക്യര് ഇസ്കരിയോത്താവ് അല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്ക് അത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് പറഞ്ഞത്. കണ്ടോ? അപ്പോഴും വെളിപ്പെടുത്തി കൊടുക്കുന്ന ആർക്കാണ്? ലോകക്കാർക്കല്ല. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അവര് യോഹന്നാൻ സ്നാപകൻ വന്നു പറഞ്ഞത് ആ കാലത്തിന്റെ ദൈവിക വചനമാണ്. അത് കേൾക്കുകയും വിശ്വസിക്കുകയും ആ വിശ്വാസ സ്നാനം, അവിടെ പാപമോചന സ്നാനം എന്നും പറയുന്നുണ്ട് ലൂക്കോസില് 1. അപ്പൊ അവരവിടെ വിശ്വാസ സ്നാനവും പാപമോചന സ്നാനവും ചെയ്തത് കൊണ്ട് ആ വിശ്വസിച്ച് കൂടി വന്നവരാണ് യേശുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാർ. ബാക്കിയുള്ളവർ സ്നാനപ്പെട്ടു, പക്ഷെ അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് യേശു അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ ഒരിക്കൽ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചവരോടാണ് യേശു സംസാരിച്ചപ്പോൾ അവർ ചോദിക്കുന്നു, ഇത് ലോകത്തിനല്ല ഞങ്ങൾക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന്. അതിന്റെ വിശദീകരണമാണ് ഇപ്പൊ പറഞ്ഞത്. അവർ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചത് കൊണ്ട് കർത്താവ് അവരോട് മാത്രം വിശദീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നും എബ്രായ 13:8 എന്ന് പറയും, കർത്താവിന്റെ രീതികൾക്ക് മാറ്റമില്ല. ഇന്നലെ ഇന്നും എന്നേക്ക് യേശുക്രിസ്തു അനന്യൻ. അങ്ങനെയെങ്കിൽ ഇന്നും കർത്താവായ യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ആർക്കാണ്? വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവർക്ക് മാത്രം. ഓക്കെ, അടുത്ത വചനം, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. വേറൊരു പറയണേ, ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇപ്പൊ ഇവിടെ ഞങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ തൃത്വക്കാർക്ക് കൂടെ വേണ്ടിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. കാര്യം ഇതിൽ 3 ടൈപ്പ് ജനമുണ്ട്: വിശ്വാസി, അവിശ്വാസി, നാട്യ ക്രിസ്ത്യാനി. ഇത് ആക്ഷരിക ഭാഷ. ഇതിന്റെ ആത്മീക ഭാഷ എടുത്താൽ ദൈവസന്തതി, വിശ്വാസിയെ ദൈവസന്തതി എന്ന് പറയും. അവിശ്വാസിയെ സർപ്പസന്തതി എന്ന് പറയും. നാട്യ ക്രിസ്ത്യാനി, അതും ശരി തന്നെ ഇതും ശരി തന്നെ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്ന് പറയുന്ന ശീതോഷ്ണ അവസ്ഥയിലുള്ളവരെ എന്ത് പറയും? നാട്യ ക്രിസ്ത്യാനി. അപ്പൊ ഈ 3 ടൈപ്പ് ജനം എവിടേക്കാണ്? ഉൽപ്പത്തി 3 സർപ്പത്തിന്റെ സന്തതി, ഉൽപ്പത്തി 5 സേത്തിന്റെ വംശപരമ്പര, ആദാമിന്റെ വംശപരമ്പര, ദൈവസന്തതി. ഉൽപ്പത്തി 6 സമ്മിശ്രജനം, മനുഷ്യന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ പുത്രന്മാർ, അതായത് സേത്തിന്റെ മക്കൾ, മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യവതികൾ എന്ന് കണ്ട്. അപ്പൊ കായിന്റെ വംശത്തിൽപ്പെട്ട സ്ത്രീകളെ, അവരാണ് സൗന്ദര്യം ഉണ്ടായിരുന്നത് എപ്പോഴും. ആ സൗന്ദര്യവതികളായ സ്ത്രീകളെ വിവാഹം കഴിച്ച ദൈവത്തിന്റെ മക്കൾ. അങ്ങനെ കുറച്ച് ജനം ജനിച്ചു. അവരാണ് ആര്? നാട്യ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ജാരസന്തതി.
സർപ്പസന്തതി, ദൈവസന്തതി, ജാരസന്തതി. അപ്പൊ ഈ 3 ടൈപ്പ് ജനവും ഇവിടെ ലോകത്തുണ്ടെങ്കിൽ ദൈവം തന്നെയാണ് അതിന്റെ സാഹചര്യം ഒരുക്കിയത്. എങ്കിലും ഇവരുടെ മുമ്പിൽ ദൈവം ശരിയായത് വെക്കുകയാണ്. ചോയ്സ് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ദൈവം വന്ന് കരം പിടിച്ചു കൊടുത്തിട്ട് നീ ഇത് വിശ്വസിക്ക്, നീ ഈ സ്നാനം ചെയ്യുന്നൊന്നും വന്ന് പറയില്ല. അങ്ങനെ വന്ന് ഹൃദയത്തിൽ പറഞ്ഞ, അല്ലെങ്കിൽ ഇത് അങ്ങനെ പലരും പറയാറുണ്ട്, അത് അത്രത്തോളം ദാഹത്തോടുകൂടെ അവരെ അപേക്ഷിക്കുമ്പോൾ ദൈവം ചിലപ്പം പറയും ഇതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. മറ്റുള്ളവർ അപേക്ഷിക്കുന്നത് പോലുമില്ല, ബുദ്ധിയിൽ ഗ്രഹിച്ചിട്ട് അതിനെ വിമർശിക്കുന്നതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തി കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയും എളിമ കാണിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആത്മാവിൽ ദാഹിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അവർ ആ വിശ്വാസ സ്നാനം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇങ്ങനെ സ്നാനം സ്വീകരിച്ച് മുന്നോട്ട് വന്നിട്ടും അവിശ്വാസത്തിൽ നിൽക്കുന്നവരും ഉണ്ടാകാം. കാര്യം എന്താ? സ്നാനം സ്വീകരിച്ച് സഭയിൽ വരുമ്പോഴും 3 ടൈപ്പ് വേണം. ഈ 3 ടൈപ്പ്, വിശ്വാസി, അവിശ്വാസി, നാട്ടി ക്രിസ്ത്യാനി, ഈ 3 ടൈപ്പും സഭയിലും വേണം. ഓക്കെ. അപ്പൊ ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് വാസം ചെയ്യും എന്ന് പറയുമ്പോൾ അവർക്ക് വാദിക്കാം, കണ്ട ഞങ്ങൾ, പിതാവും ഞാനും, 2 പേരും തന്നെ ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവാണ് വന്നത്. ഈ ഞാൻ എന്ന് ഇവര് 3-ൽ 1 ദൈവമോ 3-ൽ 2 യേശുവോ അല്ല, മൂന്നാമൻ എന്ന അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ് വന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ പിതാവെന്ന് ഇവിടെ നിങ്ങൾ പറയുന്നതും പുത്രൻ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്നതും തന്നെയാണ് ഈ ആത്മാവ്, പരിശുദ്ധാത്മാവ്. എനിക്കുള്ളതെല്ലാം പിതാവിനുള്ളതല്ല എനിക്കുള്ളതെന്നേ പറയുന്നുള്ളൂ. എനിക്കുള്ളതെല്ലാം പരിശുദ്ധാത്മാവിനുള്ളതെന്ന് പറയുന്നില്ല. അപ്പൊ ആത്മാവായി നിന്ന ദൈവം ആത്മാവായി നിന്നപ്പോൾ മക്കളെ വഴി നടത്തി. അവർ ജഡത്തിലായതുകൊണ്ട് ആ ദൈവവും ജഡത്തിൽ വന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അപ്പോൾ യേശു പോകുന്ന സമയത്ത് പറയാണ്, ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും, മത്തായി 28:20 പറയുന്നു, ലോക അവസാനം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് മറ്റൊരിടത്ത് പറയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. അതാണ് മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അത് തന്നെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആക്ഷരിക വാക്ക്, ക്രിസ്തു ആത്മീക വാക്ക്. ഇനി ക്രിസ്തു ആരാണെന്ന് അപ്പോസ്തലൻ പഠിച്ച് നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നീ ക്രിസ്തു. അപ്പൊ യേശു തന്നെയാണ് ഈ ക്രിസ്തു എന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ ആത്മീകമായും ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആക്ഷരികമായും പറഞ്ഞിട്ടുണ്ട്, 2 3 തോന്നുന്ന തരത്തിലും പറഞ്ഞിട്ടുണ്ട്. അതാണ് 1 കൊരിന്ത്യർ പറയുന്നത്, ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു, ജഡീകനോ ഒന്നും ഗ്രഹിക്കില്ല. ജഡീകൻ 2 3 കാണും, അവൻ ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതിപ്പോൾ പറഞ്ഞാൽ പലർക്കും ദേഷ്യം വരും. അങ്ങനെയാണ് അതിന്റെ സത്യം. ഓക്കെ. ഇനി ദൈവം ഏകൻ തന്നെ, അവൻ ആത്മാവാകുന്നു. യോഹന്നാൻ സുവിശേഷം 8:24 പറയുന്നത്, ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പൊ യേശു ക്രിസ്തുവോ അതും ആത്മാവാണ്, പക്ഷെ ശരീരത്തിൽ വന്നു. ആത്മാവായ ദൈവം തന്നെയാണ് ശരീരത്തിൽ വന്നപ്പോൾ പേരൊന്ന് മാറ്റി. എന്തിനാ? ശരീരത്തിൽ വന്നതിന്റെ ദൗത്യം എന്താ? മത്തായി 1:21, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക അല്ലെങ്കിൽ മോചിക്കാനിരിക്കുക കൊണ്ട് യേശു ക്രിസ്തു എന്ന് പേരിട്ടു. അപ്പൊ ആത്മാവായി നിന്നപ്പോൾ ഉള്ള പേര് യഹോവ. ഓക്കെ. ശരീരധാരിയായി വന്നപ്പോൾ പേര് യേശു ക്രിസ്തു. ഇനി ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോയിട്ട് ശരീരം സ്വർഗീയടങ്ങളിലേക്കാക്കി ആ അത് ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. മടങ്ങി വന്നപ്പോൾ പേര് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കാര്യസ്ഥൻ. എന്തുകൊണ്ടാ? നമ്മ ഈ സത്യം തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനത്തെ വഴി നടത്തി സ്വർഗീയടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി. ഇതാണ് എഫേസ്യ ലേഖനം 4:5 പറയുന്നത്, ആത്മാവ് ഒന്ന്. ഓക്കെ. അപ്പോൾ വെളിപ്പാട് ഇതാണ്, യേശു ക്രിസ്തു തന്നെയാണ് പഴയ നിയമത്തിലെ യഹോവയായ ദൈവം. 2 പേരല്ല. ഈ വക കാര്യങ്ങളൊക്കെ ഇതിന്റെ വിശദീകരണമല്ല ഞായറാഴ്ചകൾ ചർച്ച എടുക്കാനാണ് മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പം ചർച്ചയിൽ എടുത്തുകൊണ്ടിരിക്കുന്നതും ഇതും തമ്മിൽ വേറെ വിഷയമല്ല. ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന്റെ പഴയ നിയമം മുതൽ കഴിഞ്ഞ ഞായറാഴ്ച സംസാരിച്ചതാണ്, യൂട്യൂബിൽ കിടപ്പുണ്ട്. യഹോവയായ ദൈവമാണ് സൃഷ്ടിതാവ്. അപ്പോൾ കൊലോസ്യയിൽ പറഞ്ഞ സൃഷ്ടി അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അപ്പൊ യേശുക്രിസ്തു മുഖാന്തരം. അപ്പൊ 2 പേർ മുഖാന്തരമല്ല, ഒന്നാണെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിപ്പ് മുതൽ ഞാൻ പഠിപ്പിച്ചു വരുന്നത്. അപ്പൊ ഇതിന്റെ വിശദീകരണം ബൈബിളിൽ പല ഭാഗത്തും കിടക്കുന്നതിനെ ഞായറാഴ്ചകൾ അവിടെ എടുക്കും. ബുധനാഴ്ച നമ്മളിപ്പോ ഈ മെസ്സേജ് ഇതിങ്ങനെ നോക്കി പോവുകയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ വെളിപ്പാട് എന്താണ്? യേശുക്രിസ്തു തന്നെയാണ് യഹോവയായ ദൈവം. പുതിയ നിയമസഭയിലെ യേശുക്രിസ്തു അവൻ ശരീരധാരിയായി വന്നു. മുൻപോ അവൻ ആത്മാവായി നിന്നു. ആത്മാവായി നിന്നവൻ ശരീരത്തിൽ വന്നു.
അതാണ് 1 യോഹന്നാൻ 4:2 പറയുന്നത്, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു. ജഡം കന്യകയിൽ നിന്നെടുത്ത വെറും ഒരു ശരീരം. ആ ശരീരത്തിലേക്കാണ് യേശു ക്രിസ്തു വന്നത്. അപ്പൊ യേശു ക്രിസ്തു എപ്പോൾ മുതലാണ് ഉള്ളത്? കന്യകയിൽ ജനിക്കുന്നിടം മുതലല്ല. യോഹന്നാൻ 8:58 വായിച്ചു നോക്കണം. യേശു പരീശന്മാരോട് പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്. അപ്പൊ മുമ്പേ ആത്മാവായി ഉണ്ടായിരുന്ന യേശു ക്രിസ്തുവാണ് ആ ആത്മാവ് ഈ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചത്. ഓക്കെ, 3 ദൈവങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അവൻ ഒന്ന് തന്നെയാകുന്നു. 3 ദൈവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ഈ ലോകം ആരെ ആരാധിക്കുന്നു? യേശു ക്രിസ്തുവിനെ, അല്ലെ? എല്ലാ സഭകളും യേശു ക്രിസ്തുവിനാണ് ആരാധിക്കുന്നത്. അപ്പൊ 1ാമത്തെ കൽപ്പന ലംഘിച്ചു. ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഈ ലോകം പറയുന്നു യേശു ക്രിസ്തുവിന്റെ പിതാവാണ് ദൈവമെന്ന്. എന്നാൽ ദൈവത്തല്ലേ ആരാധിക്കുക? 2 പറയുന്ന തന്റെ സൃഷ്ടി എന്ന് പറയുന്ന, സൃഷ്ടികളിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞ രണ്ടാമത് ശേഷമുള്ളവനെ ആരാധിക്കുമ്പോൾ തന്നെ അവരെ ബോധ മനസ്സിനെ മന്ദമാക്കിയിട്ട്, വ്യക്തമായി നമ്മൾ സഭയിൽ പഠിപ്പിക്കുന്ന പ്രകാരം പറഞ്ഞാൽ, പിശാച് അവിശ്വാസിയുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുകയാണ്. ഏതാണ്? നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു, തൃത്വത്തിൽ തന്നെ ആയിരുന്നു, ഞാനും പെന്തക്കോസ്തലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ശരിയായ വചനം കേട്ട് വിശ്വസിച്ചപ്പോൾ ആ വെളിപ്പാടിനോടൊപ്പം നിന്നു. വെളിപ്പാടിലാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. ഓക്കെ, അപ്പൊ ആ പരിശുദ്ധ ആദ്യത്തെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നത് വരെ ഇതൊന്നും മനസ്സിലാവില്ല. കേൾക്കും, വിശ്വാസിയാണ്, എല്ലാം ശരിയാണെന്ന് പറയും. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടണം. കാര്യം എന്താ? നന്മയും തിന്മയും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, ശാപവും അനുഗ്രഹവും വയ്ക്കുന്നു. ഏദൻ തോട്ടത്തിൽ ജീവനും മരണവും വെച്ചു. അതായത് പിശാചും ഉണ്ടായിരുന്നു, ദൈവവചനവും ഉണ്ടായിരുന്നു. ഓക്കെ, സാത്താൻ സഭയിൽ കടന്നുകൂടി ഈ സത്യം ജനങ്ങൾ കാണാതിരിക്കാൻ തക്കവണ്ണം അവൻ അവരുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു. അവർ അങ്ങനെ അന്ധരാക്കപ്പെട്ടപ്പോൾ റോമൻ സഭ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനവും നിർത്തലാക്കി. സുനോഗദോസ് വഴിയായിട്ടാണ് ബൈബിൾ ക്രോഡീകരിച്ചത്. ബൈബിൾ എഴുതിയത് സുനോഗദോസിലല്ല. എല്ലാവരും ഇന്നിപ്പോൾ സംസാരിച്ചവരും പറയുന്നു ബൈബിൾ എഴുതിയത് കത്തോലിക്ക സഭക്കാരാണ്, അവരുടെ പുരോഹിത വർഗമാണ്, സുനോഗദോസിലാണ്. ഒരിക്കലുമല്ല. ബൈബിൾ എഴുതപ്പെട്ടത് ചുരുളുകളിലാണ് എഴുതപ്പെട്ടത്. ചുരുളുകളിൽ എഴുതപ്പെട്ടത് ഏകദേശം 300, 400, 500 വർഷങ്ങൾക്ക് ശേഷം അതിനെ ചുരുളുകൾ കണ്ടെടുത്തു. അതിനെ ക്രോഡീകരിച്ചത് ആദ്യ കാലത്തുണ്ടായിരുന്ന അവർ തന്നെയാണ്. പക്ഷെ അവർക്കല്ല വചനം കിട്ടിയത് അപ്പോസ്തലന്മാർക്കാണ്. അവർ രേഖപ്പെടുത്തിയിരുന്നതിനെ അവരുടെ പേരുകളിൽ തന്നെ ഇവർ പിന്നത്തേതിൽ പ്രിന്റ് ചെയ്യുന്ന രീതിയിലും മറ്റു പല രീതിയിലും ഇവരാക്കി എഴുതിയതാണ്. ഓക്കെ, അങ്ങനെ കത്തോലിക്ക സഭയുടെ പോപ്പാണ് പത്രോസ് എന്ന് പറയുന്ന അവർ തന്നെ പത്രോസിലൂടെ പരിശുദ്ധാത്മ പറഞ്ഞ സ്നാനത്തെ തള്ളിക്കളയുന്നു. അപ്പൊ പിന്നെ എങ്ങനെ ദൈവസഭയാവും? ഓക്കെ, ജയം പ്രാപിക്കുന്നതായ സഭ വെളിപ്പാടിന്മേൽ പണിയപ്പെട്ടിരിക്കുന്നതിനാൽ ദൈവത്തെ സംബന്ധിക്കുന്ന എല്ലാ സത്യങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പ്രതീക്ഷിക്കാം. ആമേൻ. നിസ്സാരമെന്ന് കാണരുത്, വെറുതെ വായിച്ചതല്ല, ശ്രദ്ധേയം. ദൈവം ഓരോ സമയത്ത് ജയം പ്രാപിക്കാറുണ്ട്. ജയം പ്രാപിക്കുമ്പോഴോ ജയം പ്രാപിക്കുന്നതിന് വേണ്ടി വരുമ്പോഴോ കർത്താവ് തന്റെ നാമം മാറ്റാറുണ്ട്. അബ്രഹാം, നമ്മൾ ഞായറാഴ്ച എടുക്കേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അബ്രഹാമിന്റെ സഹോദരനായ ലോത്തിനെ കുറച്ച് രാജാക്കന്മാർ പിടിച്ചോണ്ട് പോയി. അവിടെ ദൈവമാണ് ഇറങ്ങി വന്നത്. ജയം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ അവിടുത്തെ പേരെന്തായിരുന്നു? മൽക്കീസദേക്ക്. ജീവാരംഭവും ജീവാവസാനവും ഇല്ല. യേശുക്രിസ്തുവിന് ആരംഭം ഉണ്ടെന്നാ പറയുന്നത്. കാരണം സൃഷ്ടികളിൽ ആദ്യജാതനായതുകൊണ്ട് ആരംഭമുണ്ട്. അപ്പൊ ആരംഭം അവസാനം ഇല്ലാത്തവൻ ആരാ? ദൈവം. അപ്പൊ ജയം പ്രാപിച്ച് വരുന്ന സമയത്ത് അവിടെ മൽക്കീസദേക്ക്. ഓക്കെ, ഇനി ഏലോഹിം എന്ന പേര് മാറ്റിയിട്ട് അത് ഞായറാഴ്ച പഠിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഞായറാഴ്ചകളിൽ അതിനെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ യേശു ജയം പ്രാപിക്കാൻ തന്നെയാണ് വന്നത്. സാത്താന്റെ തലയെ തകർക്കും. 33:15 പറഞ്ഞ അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പൊ അവന്റെ തല തകർക്കാൻ വന്നത് ജയിക്കാൻ തന്നെയാണ് വന്നത്. ആര്? ദൈവം. അങ്ങനെ ദൈവം ജയിക്കുവാനായി വന്നപ്പോൾ തന്റെ പേരൊന്ന് മാറ്റി. അപ്പോൾ നമ്മൾ നമ്മുടെ സഭയിൽ വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നവർ പേര് മാറ്റാറുണ്ട്, ഇല്ലേ? എന്റെ പേര് സത്യരാജ് എന്നായിരുന്നു, ഞാൻ പോൾരാജ് എന്നാക്കി. എനിക്ക് പൗലോസ് അപ്പോസ്തലനെ ഇഷ്ടമാണ്, ആ ശുശ്രൂഷ ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ സഭയിലുള്ളവർ പലരും മാറ്റുന്നു. പുതിയ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തിനാ പേര് മാറ്റുന്നത്? ജയം പ്രാപിച്ചപ്പോൾ യേശു അല്ലെങ്കിൽ ദൈവം ഓരോ സമയത്തും തന്റെ നാമത്തെ വിശുദ്ധീകരിച്ചു എങ്കിൽ ജയം പ്രാപിക്കുന്ന ദൈവത്തിന്റെ സന്തതിയായവരും നാമം മാറ്റണം എന്ന് അബ്രഹാമിനെയാണ് അബ്രഹാം ആക്കിയത്, സാറായിയാണ് സാറയാക്കിയത്, കേഫാവ്, പത്രോസ്, ഇങ്ങനെ പല പല എല്ലാം ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരെല്ലാം നാമം ബൈബിളിൽ മാറ്റി. അതെന്താ കാണിക്കുന്നത്? ജയം പ്രാപിച്ചവർ, ഈ കൂട്ടർ ജയം പ്രാപിച്ചവർ എന്നാണ് കാണിക്കുന്നത്. അത് ദൈവത്തിന്റെ ഒരു രീതിയാണ്. വിശ്വസിക്കുന്നവർക്ക് ഏറ്റെടുക്കാം, ഇല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഓക്കെ,
അപ്പൊ ഇവിടെ ഇത് വായിച്ചത്, ജയം പ്രാപിക്കുന്നതായ സഭ ആരാണ്? ഇപ്പൊ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ജയം ബുധനാഴ്ച പഠിപ്പിക്കും പോലെ പോവുകയാണ്, നിങ്ങൾക്ക് അത് ഉപകാരമായിരിക്കും. നമ്മൾ ജയിച്ചവരുടെ കൂട്ടമാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ ജയിച്ചവരുടെ കൂട്ടമാണെന്ന് ഒരാൾ ചോദിച്ചാൽ എങ്ങനെ പറഞ്ഞു കൊടുക്കും? നിങ്ങൾ എന്തിൽ നിന്ന് ജയിച്ചു? കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് എതിർക്കുന്ന 99% ജനത്തിന്റെ ഇടയിൽ നിന്ന് ദൈവകൃപയാൽ നാം ജയം പ്രാപിക്കുകയാണ് ആ വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോൾ. ഒന്നാമത്തെ പടി അപ്പോസ്തലർ 8:12 ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം കേട്ട് അപ്പോൾ പശ്ചാത്താപവും മാനസാന്തരത്തിനും ലൂക്കോസ് 24:47 പറയുന്ന പോലെ മരിച്ച് അടക്കി ഉയർത്തെഴുന്നേൽക്കുന്നവന്റെ നാമത്തിലാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന നാമം വെളിപ്പെടുത്തി മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കും. അപ്പൊ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഈ ജനത്തിന്റെ ഇടയിൽ തന്നെ നമ്മൾ ഈ ആശയം അല്ലെങ്കിൽ ഈ വചനം പറയുമ്പോൾ അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. നമ്മളോട് സുവിശേഷം അറിയിക്കുന്ന വ്യക്തി ചെയ്യുന്ന ഒരു കാഹളം ഊതുകയാണ്. ആ കാഹളം നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് മത്സരം നടക്കുന്നത്. ഇതിനോട് എതിർക്കാൻ 99% ജനങ്ങൾ നിൽക്കും. അനുകൂലമായി കാഴ്ചയിൽ ആരും ഉണ്ടാവുകയില്ല. എന്നാൽ കാണാൻ കഴിയാത്തതിനെ കാണാൻ കഴിയുള്ള അവനാണ് വിശ്വാസി. ക്രിസ്തു നിൽക്കുന്നു ജയം പ്രാപിച്ചവനായി. ഒരു നാമം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ കർത്താവ് പറയുന്നതാണ് ഞാൻ കേൾക്കാനെന്ന് അവൻ ഉറപ്പിക്കും. അവൻ മറ്റാരെയും കേൾക്കില്ല. 99% വ്യക്തികളെ എപ്പോഴും പിന്നോട്ടടിക്കും. അങ്ങനെ വിശ്വാസ സ്നാനം വിശ്വസിച്ചുകൊണ്ട് സ്നാനപ്പെട്ടാൽ രക്ഷിക്കപ്പെടും, ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടില്ല. അപ്പൊ വിശ്വസിക്കാതെ സ്നാനപ്പെട്ടാൽ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ യേശുവിനോട് ചോദിച്ചാൽ നീ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു? യേശു ചോദിച്ചു നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? നിങ്ങൾ സ്നാനപ്പെട്ടു, അപ്പൊ വിശ്വസിച്ചല്ലേ സ്വർഗത്ത് വരുന്ന മഷികെ സ്വീകരിച്ചുകൊള്ളാം. അവൻ വീശുമർ അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തമുറ്റും വെടിപ്പാക്കി ഗോതമ്പിനെ അവിടെയും ഗോതമ്പിനെ ജയം പ്രാപിച്ചവരെ കളപ്പുരി ശേഖരിക്കണം. അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടനാ സഭകളുടെ ഇടയിലേക്ക് സുവിശേഷം അറിയിക്കുമ്പോൾ സത്യസുവിശേഷം അറിയിക്കുമ്പോൾ കാര്യം എന്താ? പരിശുദ്ധാത്മാവെന്ന സകല സത്യത്തിലും വെളിപ്പെടുത്തും. പിതാപുത്രൻ പരിശുദ്ധാത്മാവ് സുവിശേഷം, അതിന്റെ സത്യസുവിശേഷം കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി സകല സത്യത്തിൽ നാമം വന്നു. ഇത് പറയുമ്പോൾ അവിടെ യുദ്ധം ഉണ്ടാവും. പോകരുത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര യുദ്ധം തന്നെ ഉണ്ടാവും. ആത്മീകമായി മാനസികമായി ശാരീരികമായി തകർത്ത് കളയും. അത്രത്തോളം ചിന്താകുലത്തിൽ കൊണ്ടിടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് കേട്ട് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിയുമ്പോൾ കർത്താവേ ജയം പ്രാപിച്ച കൂട്ടർ, അവർക്കാണ് ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ആലോചിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ സഭയിൽ ഞാനത് ചോദിക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ലൈവ് ചെയ്യുന്നു. ഞാൻ ലൈവ് ചെയ്യുമ്പോൾ എൻ്റെ 134 ആൾക്കാരുണ്ട്. നമ്മളെ സ്ഥാനപ്പെടാത്ത ആൾക്കാർ ഉണ്ട്. യേശുനാമക്കാരാണോ മറ്റു സഭയിലുള്ളവരാണോ എനിക്കറിയില്ല. അവരും ഇതെല്ലാം കേൾക്കണം. അവർ കേൾക്കാൻ പാടില്ലാത്തതാണ്. കാര്യം എന്താ? വെളിപ്പാട് പുസ്തകം 3:21 പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും. ഇൻഡിവിജ്വലാണ്, അവന്റെ ഉള്ളിൽ വരും. എന്നിട്ടോ ഞാൻ അവരോടും എന്നല്ല, ഞാൻ അവനോട് അത്താഴം കഴിക്കും. ദൈവിക വെളിപ്പാട് അവസാനം അവനും ഞാനും തമ്മിൽ മാത്രം കഴിക്കേണ്ടതാണ്. അല്ലാതെ ഈ വിശ്വാസ സ്നാനം സ്വീകരിക്കാത്തവർക്ക് ജയം പ്രാപിച്ചവരല്ല. അതാണ് ഇവിടെ വചനം പറയുന്നത്. ജയം പ്രാപിച്ചവർക്കാണ് യേശു തന്റെ വചനം വെളിപ്പെടുത്തി കൊടുത്തത്. മത്തായി 13 വായിച്ചു നോക്കുക. 9 അവിടെ പറയുന്നത്, യേശു കർത്താവേ നീ എന്താണ് ഉപമയായി സംസാരിക്കുന്നത്? അപ്പൊ ഉപമയായി സംസാരിച്ചത് ഗ്രഹിക്കാൻ എന്നാണ് ലോകം പറയുന്നത്. പക്ഷെ യോഹന്നാൻ 13:36 വായിച്ചു നോക്കണം. അവിടെ പറയുന്നു, വയലിലെ വിത്തിന്റെയും ഉപമയുടെ കളകളുടെയും ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണമേ. അപ്പൊ ഉപമയായി പറഞ്ഞെന്താ? എന്തോ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നതിനെ അങ്ങനെ വെളിപ്പെടുത്തി പറയാതെ നമ്മൾ പൊത്തുമൂടി എന്ന് പറയുന്നത് മറ്റൊരു രൂപത്തിൽ പറയുന്നതാണ് ഉപമ. ഒടുവിൽ അതിനെ വിശദീകരിച്ച് കൊടുക്കാൻ പറഞ്ഞ് വിശദീകരിച്ചപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. അപ്പൊ ആർക്കാണ് ദൈവം വിശദീകരിച്ച് സത്യം വെളിപ്പെടുത്തി കൊടുത്തത്? ജയം പ്രാപിച്ചവർക്ക്. മനസ്സിലാവുന്നോ? ഇതിലിപ്പം 6 ആൾക്കാരുണ്ട്. ഇതിൽ എത്ര പേരാണ് നമ്മുടെ ചർച്ചിലുള്ളവരെന്ന് അറിയില്ല. യൂട്യൂബിൽ ലൈവ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ പുറത്തുള്ളവരും കേൾക്കും. അവർ കേൾക്കേണ്ടതല്ല. അവർ വിശ്വാസ സ്നാനം സ്വീകരിച്ച് അന്ത്യകാല ദൈവിക വെളിപ്പാടോടുകൂടി വിശ്വസിച്ച് ജയം പ്രാപിച്ചവർക്കാണ് ഞാൻ അവനോട് വന്ന് അത്താഴം വിളമ്പി കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചർച്ച സംസാരിക്കാം. ഫേസ്ബുക്ക് ലൈവ് ചെയ്താൽ ആരെയൊക്കെയാണോ ഞാൻ അവിടെ ആഡ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ.
കഴിഞ്ഞ പ്രാവശ്യം വചനം വായിച്ചാല്, ഇതാ ഇവിടെ വരെ നിനക്ക് അതിർ നിശ്ചയിച്ചിരിക്കുന്നു, ഇത്രത്തോളം നിനക്ക് വരാൻ, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കുമെന്ന് പറഞ്ഞ പോലെ ഇത് നീ കടക്കില്ല എന്ന് പറഞ്ഞ പോലെ എത്ര തന്നെ വിചാരിച്ചാലും അതിനകത്ത് കയറി ഒരൊറ്റ വ്യക്തിക്ക് കാണാൻ പറ്റില്ല. ആർക്കൊക്കെ കാണണമെന്ന് അവരതിൻ്റെ ലിങ്ക് തന്ന് ഞാൻ അവിടെ ആഡ് ചെയ്താൽ അവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ചെയ്ത് ഇന്നും ആ വ്യക്തികൾക്ക് മാത്രം കയറി കാണാം. പുറത്തുനിന്ന് ഒരു വ്യക്തി ഞങ്ങൾ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്താലും ആർക്കും കാണാൻ പറ്റില്ല. കാര്യം കാരണം എന്താണ്? യേശു ഇങ്ങനെ മറച്ചു വച്ച് സംസാരിക്കാൻ കാരണം എന്താണ്? അപ്പൊ യേശു ഉപമ പറഞ്ഞിട്ട് ജയം പ്രാപിച്ച് വിശ്വാസ സ്നാനം കൃത്യമായി വിശ്വസിച്ച് യേശുവിനോടൊപ്പം കൂടിയവർക്ക് മാത്രമാണ് കർത്താവ് രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് പറഞ്ഞത് എന്താണ് ഉപമയായി സംസാരിക്കുന്നത്? നിങ്ങൾക്കോ ഗ്രഹിപ്പാൻ വരം ലഭിച്ചിരിക്കുന്നു. അതായത് ഉപമ പറഞ്ഞപ്പോൾ ഗ്രഹിക്കാനല്ല, ഉപമ വിശദീകരിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ വരം ലഭിച്ചിരിക്കുന്നു, ഗ്രഹിക്കാൻ. നോക്കൂ, ഉപമയായി പറയുന്നത് നമ്മൾ വിശദീകരിച്ചാലും ഗ്രഹിക്കാത്തൊരു കൂട്ടരുണ്ട്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ദൈവം അറിയിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ, അതാ യേശു പറഞ്ഞത്, മുത്തെടുത്ത് യോഗ്യത ഇല്ലാത്തവരുടെ, ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ, ഇവിടെ പന്നി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്, യോഗ്യത ഇല്ലാത്തവരുടെ മുമ്പിൽ ഇട്ടുകൊടുക്കരുത്. യേശു മുൻകണ്ട ഒരു കാര്യം അവിടെ ഉണ്ട്. അതിനകത്ത് ആ വചനത്തിൽ പറയുന്നില്ല. എന്തെന്നറിയാമോ? അത് ഗ്രഹിക്കാൻ കഴിയാതെ വന്നാൽ ഇത് ഗ്രഹിപ്പിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന കാര്യം നമ്മൾ അതിന് യോഗ്യത ഇല്ലാത്ത വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ പുച്ഛിക്കുമ്പോൾ, ആരെ പുച്ഛിക്കുന്നു? വചനത്തിൽ പറയാം, നിങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തി തന്ന പരിശുദ്ധാത്മാവിനെ തന്നെ പുച്ഛിക്കുന്നു. അത് മരണകരമായ പാപം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി അത് അറിയാതെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ അത് എനിക്കും ദോഷമാവും. എന്തുകൊണ്ടാ? വിവേചനാധികാരം ഇല്ലാതെ അല്ലെങ്കിൽ പരിജ്ഞാനമില്ലാതെ യോഗ്യതയില്ലാത്ത, അത് ജയം പ്രാപിക്കാത്തവരുടെ മുമ്പിൽ ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ചർച്ചിനകത്ത് സ്നാനപ്പെട്ട് ചർച്ചിനകത്ത് ഇരിക്കുന്നവരായാലും ശരി തന്നെ, പൂർണ്ണമായും ഇതിൽ വിശ്വസിക്കാതെ അവിശ്വസിച്ച് അതൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് വിശ്വസിക്കാനും വേണ്ട എന്ന് പറയുന്നു എങ്കിൽ അവരും അവിശ്വാസത്തിന്റെ ഗണത്തിലാ, അവരും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാ. 2 ദിവസം കഴിയുമ്പോൾ പാസ്റ്ററെ അവിടെ അങ്ങനെ സംസാരിച്ചു, അത് സംസാരിച്ചു, അത് ശരിയല്ലേ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് വിശ്വസിച്ച് സ്നാനപ്പെട്ടു? യേശു അവരോട് ചോദിച്ച പോലെ ചോദിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് യോഗ്യത ഇല്ലാത്തവരുടെ അല്ലെങ്കിൽ ജയം പ്രാപിച്ചവരുടെ സംസാരിക്കാൻ പാടുള്ളൂ. ഓക്കെ, യൂട്യൂബ് ലൈവ് ചെയ്തത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും വീട്ടിലിരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് മറ്റുള്ളവർക്ക് ദോഷമാകും, ഉറപ്പായിട്ടും ആകും. കാര്യം എന്താ? യേശു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾക്കോ ഗ്രഹിപ്പാൻ വരം ലഭിച്ചിരിക്കുന്നു, പുറത്തുള്ളവർക്കോ വരം ലഭിച്ചിട്ടില്ല. പുറത്തുള്ളവരാരാ? ജയം പ്രാപിക്കാത്തവർ. അടുത്തോ, ഇനി അവർ കണ്ടിട്ടും കാണാതെയും, ഇതേ ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്, യേശുക്രിസ്തു നാമത്തിലാണ് സ്നാനമെന്ന്. കണ്ടിട്ടും കാണാതെയും നമ്മൾ പറയുന്നുണ്ട്, കേട്ടിട്ടും ഗ്രഹിക്കാതെയും. അടുത്തതോ, മനം തിരിഞ്ഞു വരാതെയും. എന്തുകൊണ്ട്? അവര് ഉറപ്പായിട്ടും കേട്ട് വിശ്വസിച്ചിട്ട് മാത്രമേ മനം തിരിഞ്ഞു വരാവൂ. അല്ലാതെ അല്പവിശ്വാസവുമായി മനം തിരിഞ്ഞു വന്നാൽ അത് ദോഷകരമാകുമെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ് അവിടെ ഒരു തടങ്കൽപ്പാറ വെച്ചിരിക്കുന്നത്. അവർ മനം തിരിഞ്ഞു വരാതെയും ഞാൻ അവരെ വിടിവിക്കാതെയും ഇരിക്കേണ്ടതിന് ഉപമയായി പറയുന്നു. കണ്ടോ? അപ്പൊ യേശു ഉപമയായും മർമ്മമായും ഗൂഢമായും സാദൃശ്യമായും പറഞ്ഞിരിക്കുന്നതിനെ ദൈവം ജയം പ്രാപിച്ച ഒരു കൂട്ടർക്ക് വെളിപ്പെടുത്തി തന്നത് നിസ്സാരമെന്ന കണക്കിന് നമ്മളിത് വിശദീകരിച്ചു കൊടുത്താൽ ഗ്രഹിക്കാത്തവൻ നമ്മൾ ഇപ്പോഴും ഒരു പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഴിച്ചുകൊണ്ടേയിരിക്കും. നമുക്കിത് വെളിപ്പെടുത്തി തന്ന പരിശുദ്ധാത്മാവിനെ തന്നെ അവർ ദുഃഖിപ്പിക്കുന്നു. അത് മരണകരമായ പാപമാകും. ഓക്കെ, അപ്പോ അത് നമുക്ക് ആലോചിക്കാം. സഭയിൽ എടുക്കുന്നത്, ഞായറാഴ്ച എടുക്കുന്നതും ഈ പഠിപ്പിക്കുന്നതും അങ്ങനെ പബ്ലിക്കിന് കൊടുക്കാനുള്ളതല്ല. ഇന്ന് പബ്ലിക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജയം പ്രാപിക്കുന്നതായ സഭ വെളിപ്പാടിൽ കെട്ടപ്പെട്ടിരിക്കുന്നതിനാൽ, അപ്പൊ ജയം പ്രാപിച്ച കൂട്ടർക്ക് എന്തുണ്ട്? വെളിപ്പാട്. ആ സഭ പണിയുന്നത് എങ്ങനെ? വെളിപ്പാടിൽ. ഇതാ യേശു ക്രിസ്തു പറഞ്ഞത്. യേശു ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങൾ മറിയയുടെ പുത്രനെന്നും ഏലിയാവെന്നും പ്രവാചകനെന്നും ഭൂതമെന്നും ഭ്രാന്തനെന്നും ഒക്കെയും പറയുന്നു. അതൊന്നും എനിക്കറിയണ്ട. പിതാവ് ആകർഷിച്ച് എന്റെ അടുക്കലേക്ക് വന്ന നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? ശിഷ്യന്മാർ ചോദിച്ചു. പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തു. അത് 3 ടൈപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുണ്ട് മത്തായില്, ലൂക്കോസിൽ ദൈവത്തിന്റെ ക്രിസ്തു എന്നുണ്ട്, മാർക്കോസ് 8:29 നീ ക്രിസ്തു. അതിന്റെ വെളിപ്പാട് എന്താണ്? യേശുവിന് അത് മനസ്സിലായി. പത്രോസിന് പിടികിട്ടിയ കാര്യം യേശുവിന് മനസ്സിലായതുകൊണ്ടാണ് പറഞ്ഞത്, ആരോടും പറയരുത്. ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയ സ്വർഗസ്ഥനായ എന്റെ പിതാവ്.
ദൈവമാണ് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് അത് ആരോടും പറയരുത്. അപ്പൊ ദൈവിക വെളിപ്പാടുകൾ, രഹസ്യങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ചർച്ചിൽ വരുന്നവർക്കല്ലാതെ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ദൈവത്തിന്റെ വചനം ധാരാളമുണ്ട്. ഇപ്പൊ നമ്മളിത് വിശ്വസിച്ച് കേട്ടിട്ട് മറ്റൊരിടത്ത് പോയി പറയാനും പാടില്ല. അവിടുത്തെ എന്ത് പറയാം? തൃത്വം പറയാം. തൃത്വം ഈ മൂന്നല്ല ഒന്ന് എന്നുള്ള ആദ്യ കാര്യം നമുക്ക് പറയാം. സ്നാനം പറയാം. ഈ ദൈവിക രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തരുന്നതിനും മുദ്ര തുറക്കുന്നതിനും ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുമെന്ന് ബൈബിളിലുള്ള വാക്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ആ കാര്യം പറയാം. ഓക്കെ, ഈ വക കാര്യം അല്ലാതെ മറ്റു കാര്യം പറയരുത്. പറഞ്ഞാൽ ദൈവം വച്ചിരിക്കുന്ന അതിരിനെ ലംഘിച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കിത് വീണ്ടും എന്നെ തന്നെ ഈ വിശ്വാസത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഞാൻ കീഴ്പ്പെട്ടാലേ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് അറിയാമെന്നുള്ളത് കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാം, അവരെ ഉത്തരം മുട്ടിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞവരുണ്ട്. അവരൊന്നും പലരും ഇപ്പൊ ഇല്ല. എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഞാൻ വിശ്വാസത്തിന് 13 വർഷമായി. അനേകം പേരെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ എടുത്തിയാടി വിശ്വാസത്തിൽ ഭയങ്കര തീക്ഷ്ണതയോടെ നിന്നിട്ട് ഈ വചനത്തിന് കീഴ്പ്പെടാതെ പറഞ്ഞവരൊന്നും ഇപ്പൊ പലരും ഇല്ല. അങ്ങനെ ആകാതിരിക്കാൻ അത് എന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ പിതാവ് സ്നേഹിക്കും. അപ്പൊ പിതാവ് സ്നേഹിക്കുന്ന അരുത് എന്ന് പറഞ്ഞ കാര്യം പറയാൻ പോകരുത്. സർപ്പൻ സീഡും പറയാം, കുഴപ്പമൊന്നുമില്ല. അതാണ് ഒറിജിനൽ സീഡ്. ആദ്യമേ വേണമെങ്കിൽ സർപ്പൻ സീഡ് പറയാം. ഒറിജിനൽ സീഡ് ആണെങ്കിലേ സർപ്പൻ സീഡ് വിശ്വസിക്കുള്ളൂ. അപ്പൊ തൃത്വം പറയാം, സ്നാനം പറയാം, അല്ലെങ്കിൽ ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കുന്നതിന് ദൈവം ഒരാളെ ഉപയോഗിക്കുന്നുള്ള വാക്യങ്ങളുണ്ട്, അത് പറയാം. സർപ്പൻ സീഡും പറയാം. 4 കാര്യം പറയാം. ഓക്കെ, വിശ്വസിക്കുന്നെങ്കിൽ ജയം പ്രാപിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വന്നാൽ ബാക്കി കാര്യം കർത്താവ് നോക്കിക്കൊള്ളും. ഓക്കെ, അപ്പൊ അങ്ങനെ ജയം പ്രാപിച്ചു വരുന്ന കൂട്ടരെ പിന്നെ വെളിപ്പാടിന്മേലാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് അല്ല, പത്രോസ് പറഞ്ഞു നീ ക്രിസ്തു. അതൊരു വെളിപ്പാടാണ്. വെളിപ്പാടെന്ന് വെച്ചാൽ എന്താ? മറഞ്ഞിരിക്കുന്ന കാര്യത്തെ മറ നീക്കിക്കൊടുത്തു, വെളിപ്പെടുത്തി. അപ്പൊ ജയം പ്രാപിച്ച നമ്മൾക്കും മറഞ്ഞിരുന്ന ലോകത്തിന് 3 എന്ന് പറയുന്നതിനെ നമുക്ക് 1 എന്ന് വചനങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നു. ഈ വെളിപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പറഞ്ഞുതരാം. വെളിപ്പെടുത്തി തരൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, ആ ശരിയാ എനിക്ക് മനസ്സിലായി. അതല്ല വെളിപ്പാട്. ഇത് പറയുമ്പോൾ നിങ്ങൾ കാണാൻ കഴിയാത്തതായ ഒരു കാഴ്ച കാണും, ആത്മാവിൽ കാണും. ജഡത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കുന്നവനല്ല വിശ്വാസി. ആത്മാവിൽ കാണുന്നവൻ, അതായത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ഈ വചനത്തിന്റെ ഉറപ്പ്, ആ കാഴ്ച അവർക്ക് കാണാം. ആത്മാവായി നിന്ന ദൈവം തന്നെയാണ് ജഡശരീരത്തിൽ വന്നത്. അവൻ പറഞ്ഞു ഞാൻ പോയി മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കും. ഒരു ദൈവം തന്നെയാണ് എന്ന കാഴ്ച നമുക്ക് കണ്ടാൽ പിന്നെ അവിടെ അങ്ങനെ സംസാരിച്ചു, ഇത്ര പേര് ഇങ്ങനെ സംസാരിച്ചു, എന്നോട് പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ എനിക്ക് സംശയം വന്നു എന്ന് പറയില്ല. തുടക്കത്തിലും ഉണ്ടാകാം സംശയങ്ങളുണ്ടാകും, അതല്ല ഞാൻ പറഞ്ഞു, ഉറപ്പ് വന്ന ശേഷം. അപ്പോ വെളിപ്പാട് ലഭിച്ചവൻ എന്ന് പറഞ്ഞാൽ കാഴ്ച കണ്ടവൻ. മനസ്സിലായോ? കിണറ്റീരിലെ സ്ത്രീ കാഴ്ച കണ്ടിട്ടാ അവള് കുടവോടിട്ടിട്ട് ഓടിയത്. ലോകം മുഴുവൻ മഷിക പ്രതീക്ഷിച്ചിരിക്കുന്നു. മഷിക വന്ന് മുമ്പിൽ നിന്നപ്പോൾ അവർക്ക് മനസ്സിലായില്ല, ഇവൾക്ക് മനസ്സിലായി, അവൾ ഓടി. പിന്നെ ലോകം അതിലുള്ള കാര്യമല്ല അവൾക്ക് വലുത്, ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു അവൾക്ക് വലുത്. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യേശു പോയത് ബർത്തിമായിക്ക് വേണ്ടി മാത്രമാണ്. അവന്റെ ഒരൊറ്റ വിളി കർത്താവ് അവിടെ നിന്നു, അവന് വേണ്ടിയിട്ടാണ് വന്നത്. അവൻ കണ്ടു ഇവർ ബേൽസബൂലെന്നും ഭൂതമെന്നും ഭൂതങ്ങളുടെ തലവനെന്നും മറിയയുടെ പുത്രൻ തച്ചന്റെ മകൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ശരീരമല്ല അവർ കണ്ടത്, അവൻ ബർത്തിമായി കണ്ടത്. അതിനകത്തിരിക്കുന്ന ആത്മാവായിരുന്നു തിരിച്ചറിഞ്ഞു. കർത്താവേ എന്ന് വിളിച്ചു. ഇതേ യേശുവിനെ ലോകം ബേൽസബൂലെന്നും മറിയയുടെ പുത്രൻ തച്ചന്റെ മകൻ എന്ന് പറയുമ്പോൾ ജഡീക കണ്ണ് കാഴ്ചയില്ലാത്ത ഒരുവൻ ഭിക്ഷക്കാരനായി പാപിയായി വഴിയിൽ വക്കിലിരുന്ന അവന്റെ ആത്മകണ്ണ് തുറന്നവനായിരുന്നു. അവൻ വിളിച്ചു കർത്താവേ ദാവീദ് പുത്ര. കാര്യം ദാവീദിന്റെ പുത്രനായിട്ട് സിംഹാസനത്തിൽ വരാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിൽ വരാൻ പോകുന്നവൻ ഇവൻ തന്നെയാണ്. അവൻ കർത്താവ്, സൃഷ്ടികർത്താവാണെന്ന് പിടികെട്ടി ആ ജഡീക അന്ധന്. അതുപോലും അന്നു മുതൽ ഇന്നു വരെയുള്ള ബൈബിൾ ജ്ഞാനികൾക്കോ ഒരു സഭകളുടെ പുരോഹിതന്മാർക്കോ കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ കാഴ്ച കണ്ടിട്ടാണ് ഉറപ്പിക്കുന്നത്. അല്ലാതെ ആ പാസ്റ്റർ പഠിപ്പിച്ചു, ഞാൻ വചനത്തിൽ വായിച്ചു, എനിക്ക് മനസ്സിലായി, അത് വെളിപ്പാടല്ല. അതൊക്കെ ചാഞ്ചാടി പോകും. ഓരോ കാറ്റിനാൽ ആടി ഒലയുന്ന ഓടാമ്പൽ പോലെ ആയിപ്പോകും. അങ്ങനെ പോകരുത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദാഹത്തോടെ കർത്താവോട് പ്രാർത്ഥിക്കുക. കർത്താവെ, ലോകത്തിന് കാണാൻ കഴിയാത്തൊരു കാഴ്ച എനിക്ക് കാണണം. അതാണ് യേശുവായിട്ടുള്ള ഇന്റിമസി. ആ ദാഹത്തോടെ തന്നെ കർത്താവ് വെളിപ്പെടുത്തി തരും. അത് നമ്മുടെ യോഗ്യതയൊന്നും അല്ല വെറുതെ. ലോകം പറയും ഒരു യോഗ്യത ഇല്ലെന്ന്. ആ യോഗ്യത ഇല്ലാത്തവർക്കാ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് മുഴുവനും.
അതുകൊണ്ട് ദൈവം കാണുന്ന യോഗ്യത എന്താണ്? യോഗ്യത ഇല്ല എന്ന് നമ്മൾ കണ്ട് കീഴ്പ്പെടുന്നതാണ് ദൈവം നമ്മിൽ കാണുന്ന യോഗ്യത. അല്ല ഞാൻ പ്രൗഢിയുള്ളവനാണ്, ഞാൻ വിദ്യാഭ്യാസം ഉള്ളവനാണ്, എനിക്ക് വചനം വായിച്ചു പഠിപ്പിച്ചു, ഞാൻ പണ്ഡിതനാണ്. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അതുകൊണ്ട് വെളിപ്പാടിന്മേൽ സഭ കെട്ടുന്നു എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ വെളിപ്പെടുത്തി കിട്ടിയ വിശ്വാസികളെ കൂട്ടി പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് വചനത്തിന്റെ വെളിപ്പാടിനാൽ വളർത്തുകയാണ്. അപ്പൊ എനിക്ക് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ എടുക്കുകയും പറ്റാത്തതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നവൻ വിശ്വാസിയല്ല. വെളിപ്പെടുത്തി തരുന്ന ഓരോ വചനവും വിശ്വസിച്ച് വചന മണവാളൻ വരുമ്പോൾ വചന മണവാട്ടിയാണ് കൊണ്ടുപോകുന്നത്. ചില വചനങ്ങൾ എനിക്ക് പറ്റൂല, അതൊന്നും വേണ്ട, അത് കുഴപ്പമില്ല എന്ന് പറയുന്നവൻ അവിടെ ഹോള് പണ്ട് നമ്മൾ വിഷയത്തിൽ പഠിച്ചാണ്, അവിടെ ഹോള് കിടക്കാതെ ഒരു പിശാച് നടത്തി കയറും. അപ്പൊ മുഴുവൻ നമ്മളിപ്പം കുട്ടികളുടെ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു രൂപമുണ്ട്, കാർ ഉണ്ടാക്കുന്നത്, ബസ് ഉണ്ടാക്കുന്നത്. അതിൽ ഏതെങ്കിലും 1-2 പീസ് അവിടെ ചെന്നില്ലെങ്കിൽ അവിടെ അത് ഹോള് കിടക്കും. അപ്പോൾ വചന മണവാട്ടി എന്ന് പറഞ്ഞാൽ വചനമാകുന്ന മണവാളൻ മണവാട്ടിക്ക് വേണ്ടുന്ന ഓരോ വെളിപ്പാടും നൽകുമ്പോൾ അത് പരിപൂർണമായി വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് വചന മണവാട്ടിയായി നിൽക്കുന്ന ആ വ്യക്തി ആരെന്ന് വചന മണവാളൻ അറിയാം. അവരുമായി ചേർന്ന് ഒന്നായി മുകളിലേക്ക് അങ്ങ് പോകും. അതുകൊണ്ട് ജയം പ്രാപിക്കുന്നതായ സഭ വെളിപ്പാടിന്മേലാണ് പണിയപ്പെടുന്നത്. അത് ഉറപ്പുള്ള പാറമേലാണ്. ആ പാറ ക്രിസ്തുവായിരുന്നു, അല്ലെങ്കിൽ മണലിന്മേൽ പണിതതുപോലെ ഇരിക്കും. ഓക്കെ, ദൈവത്തെ സംബന്ധിക്കുന്ന എല്ലാ സത്യങ്ങളും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പ്രതീക്ഷിക്കാം. ഹല്ലേലൂയ. എന്തുകൊണ്ട്? ആദ്യം മുതൽ തന്നെ കർത്താവ് പറയുമ്പോൾ ലോകം എന്ത് കേട്ട് വിശ്വസിച്ച് അനേകം പേർ നിൽക്കുന്നു, അവരെ മൈൻഡ് ചെയ്യാതെ ശരിയായ വെളിപ്പാടിനോടുകൂടെ വിശ്വസിച്ച് നിൽക്കുമ്പോൾ മുതൽ വഴി ദുഷി നിന്ന പരിഹാസം ഉണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഞാനില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറി പോകാതെ അവരോട് എതിർത്ത് നിന്ന് യേശുക്രിസ്തു എന്താ ജയം പ്രാപിച്ചവനാ. പോപ്പ് ഇപ്പോഴത്തെ ഫ്രാൻസ് തൊട്ട് മുമ്പത്തെ 17ാമത്തെ പോപ്പ് പറഞ്ഞത് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തോറ്റുപോയി. പോപ്പ് എന്ന് വെച്ചാൽ ആരാ? ക്രിസ്തുവിന്റെ പ്രതിനിധി, സഭയുടെ പ്രതിനിധി, തലവനായിട്ടിരിക്കുകയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തോറ്റുപോയി, യേശു ജയിച്ചു എന്ന് വചനമുണ്ട്. വെളിപ്പാട് പുസ്തകം 3:21-22 വായിച്ചു നോക്കുക. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. ഇത് വായിക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും തോന്നും. അടുത്ത് പറഞ്ഞത് ജയിക്കുന്നവനെ കണ്ടോ, യേശു ജയിച്ചു പോയി, ജയിക്കുന്നവനെ എന്നോടുകൂടെ ഇരുത്തുന്ന. അത് നമുക്ക് വേണ്ടി സംസാരിച്ചതാ. ഒരുവനെ ഉള്ളൂ അവിടെ. അപ്പോഴും കൊണ്ടൊന്ന് പിതാവിനോട് ഇരുത്തുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും യോഹന്നാൻ 8:28 നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾക്ക് വെളിപ്പെടും. എപ്പോഴാ? പരിശുദ്ധാത്മാവ് വരും. മനുഷ്യപുത്രൻ ഉയർത്തിയ ശേഷം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്കിത് വെളിപ്പെടുത്തി തരും. അങ്ങനെ ആദ്യത്തെ വചനം വിശ്വസിച്ച് അവിടെ നിർത്തുകയാണ്. ആദ്യം തന്നെ ദൈവം നമുക്ക് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കാൻ തന്ന വചനം വിശ്വസിക്കുകയോ പ്രമാണിച്ചനുസരിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ദൈവത്തിന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കാനും കഴിയുന്നില്ല. അവർക്കിന്ന് 3 അത് മുഴുവൻ മരണത്തിനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ കാലം നോഹയുടെ കാലം പോലെ ആകും. ഇതെല്ലാം മരണത്തിനായിട്ടുള്ളതാണ്. പിന്നെ സോദോമിന്റെ നാളുകൾ പോലെ കൂട്ടിക്കെട്ടി കത്തിക്കുക അത്രയും ബാക്കി. ഓക്കെ, ഞാനിവിടെ നിർത്തുകയാണ്. പ്രാർത്ഥിക്കാം. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ, കരുണയുള്ള കർത്താവെ. ലോകം ദൈവം മൂന്നും ചേർന്ന ഒന്നെന്നും പറയുമ്പോൾ യെശയ്യാ പ്രവാചകൻ 43:11 വ്യക്തമായി പറയുന്നു, ഇസ്രായേൽ രാജാവ് സൈന്യങ്ങളുടെ യഹോവ ഞാൻ തന്നെ ദൈവം, എനിക്ക് മുൻപായി ഒരു ദൈവം ഉണ്ടാവുകയില്ല, എനിക്ക് ശേഷം ഉണ്ടാവുകയുമില്ല. എനിക്ക് മുൻപായി ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം ഉണ്ടാവുകയുമില്ല. എന്നാൽ ലോകം പറയുന്നതോ ദൈവത്തിന്റെ സൃഷ്ടിയായ ആദ്യജാതനായ യേശുക്രിസ്തു ദൈവമാണെന്ന്. യഹോവ പറഞ്ഞതിന് നേരെ വിരുദ്ധം. അടുത്ത് പറയുന്നു, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവുമില്ല, ഞാൻ തന്നെ രക്ഷിതാവ്. അന്ന് ആത്മാവായി നിന്ന രക്ഷിതാവ് എന്ന ദൈവം ശരീരത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തു എന്ന് പേരിട്ടുകൊണ്ട് യേശുക്രിസ്തു എന്ന രക്ഷിതാവ്, മഹാദൈവം തീത്തോസിൽ പറയുന്നുണ്ട്, മഹാദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു. നോക്കൂ, എന്നിട്ടും ലോകം 2 3 പഠിപ്പിക്കുന്നു. അവർക്ക് മറഞ്ഞിരിക്കുന്ന സത്യത്തെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇതിനകത്ത് എത്ര പേർക്ക് വെളിപ്പെട്ടു എന്ന് എനിക്കറിയില്ല. കർത്താവേ, അങ്ങ് തന്നെ വെളിപ്പെടുത്തി കൊടുക്കണമേ, സ്ഥിരപ്പെടുത്തണമേ. ആ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനോട് കൂടെ ഏകാഗ്രതയോടുകൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം.
ഇതുവരെ കൂടി ഇരുന്നതാണ് നന്ദി. പല പ്രദേശങ്ങളിലായിട്ടെങ്കിലും കർത്താവെ ആ ഏകാഗ്രതയോടെ ഇരുന്നെങ്കിൽ, ഹൃദയം എമ്മാവൂസിലേക്ക് പോയുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നത് പോലെ കത്തിക്കൊണ്ടിരുന്നുവെങ്കിൽ, അതല്ല എനിക്കിതൊക്കെ അറിയാമെന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അറിയണമല്ലോ, അത് നല്ലത്. കർത്താവ് യേശുവെ അവിടെ ആ എളിമയിൽ വെളിപ്പെടുത്തിക്കൊണ്ട്, എളിമയിൽ നിൽക്കുന്നവർക്ക് എളിമയുള്ള ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സകലതും അങ്ങയുടെ നാമം മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആശീർവാദം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സ്നേഹവും കൂട്ടായ്മയും കർത്താവിന്റെ വരവരെയും നമ്മൾ എല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഈ കൂട്ടായ്മ പിരിച്ചുവിട്ടിരിക്കുന്നു. താങ്ക് യു ജീസസ്. ലോർഡ് ബ്ലസ് യു.